മോഹൻലാൽ നായകനായി എത്തിയ തുടരും 6 ദിനത്തിൽ 100 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനിടയിൽ മോഹൻലാലിൻ്റെ ഒരു പ്രൊമോ സോങ് നമ്മളേറെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു. കൊണ്ടാട്ടം എന്നുള്ള ആ ഒരു പ്രൊമോ സോങ് ഇന്ന് റിലീസായിരിക്കുന്നു. തീ പിടിക്കുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുകയാണ് ആ ഒരു ഡാൻസും കാര്യങ്ങളും. എന്തൊരു എനർജി എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരി കൊടൂരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഓരോ ആരാധകനും കാത്തിരുന്ന ആ ഒരു മോഹൻലാലിൻ്റെ ഡാൻസ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. സോണി മ്യൂസിക് സൗത്തിൽ ഇറങ്ങുമ്പോൾ അത് ട്രെൻഡിങ്ങിൽ നമ്പർ 1 അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 മണിക്കൂറിൽ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആ സിനിമയിൽ എവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഉത്തരം. ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തിരുന്ന കാര്യമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് നടന്നില്ല. കാരണം ഇതൊരു പ്രൊമോ സോങ് ആയിട്ട് മാത്രം. ഈ സിനിമയ്ക്ക് ഇതൊരു ഏച്ചുകെട്ടൽ പോലെ ഇരുന്നേനെ ഒരു പക്ഷേ ഈ ഒരു സോങ് വന്നില്ല. പക്ഷേ ഈ ഒരു പ്രൊമോ സോങ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ആ പ്രൊമോ സോങ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് തീ പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞിറങ്ങുമ്പോൾ. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 1857ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 3,34,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 5,50,00,000 രൂപയ്ക്ക് മുകളിൽ ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നു. അതായത് ഇന്നും 6 കോടിക്ക് മുകളിൽ ഉള്ള കളക്ഷനുമായി സിനിമ മുന്നോട്ട് പോകുന്നു. ഇന്നും 68% ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് തീർച്ചയായും ഇന്നത്തെ കളക്ഷൻ തീരുന്നത് 6,10,00,000 രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടി എത്തിയിരിക്കുന്നു. അതായത് സിനിമ 40 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 6-ാം ദിവസം നമുക്ക് പറയാനുള്ളത് 99-ൽ നിന്ന് ഒരു 6 അടിച്ചിരിക്കുകയാണ് മോഹൻലാൽ എന്ന, അല്ലെങ്കിൽ നമുക്ക് തുടരുമെന്ന ചിത്രമെന്ന് പറയാം. അതായത് 105 കോടി കടന്നിരിക്കുകയാണ്. നാളെ കൊണ്ട് സിനിമ 110 അല്ലെങ്കിൽ 15 കോടിയിലേക്ക് വരാം. കാരണം നാളെ ഒരു അവധി ദിനമാണ്, May 1. അമ്മാതിരി കൊടൊരു ബുക്കിംഗ് ആണ്. നാളത്തെ ബുക്കിങ്ങും 3 കോടിക്ക് മുകളിലേക്ക് പോകുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും ആദ്യ ദിനം സിനിമ നേടിയത് 5,32,00,000 രൂപയാണെങ്കിൽ 2-ാം ദിവസം 7 കോടിയും 3-ാം ദിവസം 8,20,00,000 രൂപയും 4-ാം ദിവസം 6,90,00,000 രൂപയും 5-ാം ദിവസം 6,38,00,000 രൂപയും 6-ാം ദിവസം 6,10,00,000 അല്ലെങ്കിൽ 6,20,00,000 രൂപയിലേക്കും എത്തുമെന്നുള്ളതാണ്. അതായത് ഇതുവരെ 33,80,00,000 രൂപ നേടിയെടുത്തുവന്ന് ഒറ്റയടിക്ക് 40 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് തെലുങ്ക് വെർഷനിൽ നിന്ന് 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടിയായിരിക്കുന്നു 4 ദിവസം കൊണ്ട്. ഇപ്പോൾ തന്നെ ഒരു 1,15 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെ പ്രതീക്ഷയാണ്. എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ ബുക്കിംഗ് നാളെയും പോകുന്നത്. നാളെയും എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ്. ഇതുവരെ 10,795 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഏകദേശം 24 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു, അല്ലെങ്കിൽ 25 ലക്ഷം ടിക്കറ്റുകൾ എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരമുള്ളതാണ് 24 ലക്ഷം എന്നുള്ളത്. നാളത്തെ ഏകദേശം നമുക്കറിയാൻ കഴിയുന്ന 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയി. അതായത് 28 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയി എന്ന് തന്നെ പറയാം. അങ്ങനെ സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് 40 കോടിയും കടന്ന് മുന്നോട്ട് എത്തിയിരിക്കുന്നു. 43 കോടിക്ക് മുകളിലാണ് നമുക്ക് ട്രാക്കിംഗ് മുഖാന്തരമായിട്ട് വരാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ വരാൻ പോകുന്നത്. മൊത്തം ഓക്യുപ്പൻസി 81% പോവുകയാണ്. അതെ, വീണ്ടും ഒരു 100 കോടി എത്തുകയാണ് അതിഗംഭീരമായി. ഇനിയും 200 കോടി എത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള ചോദ്യമാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം 100 കോടി എന്നൊക്കെ പറയണേ പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയാം. ഇവിടെ 200 കോടിയാണ് ലക്ഷ്യമിടുന്നത്. 200 അല്ല 300ലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം ജനപിന്തുണയും ജനത്തിരക്കുമാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. അതേപോലെ കൊണ്ടാട്ടം എന്നുള്ള ആ ഒരു വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കാം. മോഹൻലാൽ, ശോഭന, ജെക്സ് ബിജോയ്, തരുൺ മൂർത്തി, എം രഞ്ജിത്ത്, MG ശ്രീകുമാർ അണിയറയിൽ നിന്ന് അമ്മാതിരി കൊടൂരമായിട്ടൊരു തൂക്കുമ്പോൾ ഇന്ന് മലയാളി ജനത ആഘോഷിക്കുകയാണ് കൊണ്ടാട്ടം എന്നുള്ള ഈ ഒരു പ്രൊമോ സോങ്ങിലൂടെ. ഇതിനകത്തിലിറങ്ങിയ എല്ലാ സോങ്ങുകളും മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊരു ചേലാണ് എന്നുള്ളതൊക്കെ തിയേറ്ററിലിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ വല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഗാനമായി വരുന്നു. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമായി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.